നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കേട്ടിട്ട് എനിക്ക് പേടിയായിട്ട് വയ്യെടുത്തി. ഇതുവരെ ചെയ്ത ക്രൂരതകളൊന്നും അല്ല ഇനി അവൻ ചെയ്യാൻ പോകുന്ന. ഈ കുടുംബം തകർക്കാനാ ശരത്തിന്റെ പദ്ധതി. എല്ലാം എനിക്കറിയാൻ നിത്തേ. അതുകൊണ്ടല്ലേ ഈ കല്യാണം എങ്ങനെയും തടയാൻ ഞാൻ നോക്കുന്നത്. തടയാൻ പറ്റുമായിരിക്കും അല്ലേ എടുത്തി? എന്തെങ്കിലും കാരണവശാ എടുത്തേക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ഓർക്കുമ്പോഴാ എനിക്ക് പേടി. നിനക്കെന്നെ വിശ്വാസമില്ലേ മോളെ? ഞാൻ നിന്നെ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മനഃപൂർവ്വം ആയിരിക്കണമെന്നില്ല, അല്ലാതെ സംഭവിക്കാമല്ലോ. ഏട്ടത്തെ ഈ കല്യാണം തടയുന്ന എന്തായാലും ശരത്ത് ഊഹിക്കും. അപ്പോ അതിനുള്ള മറുവഴിയും അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലേ? ന്യായം നമ്മുടെ ഭാഗത്തല്ലേ മോളെ? അതുകൊണ്ട് നമ്മളെ ജയിക്കൂ. ഏട്ടത്തിക്ക് എന്റെ കല്യാണം തടയാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. അയാളുടെ മുമ്പിൽ തല നീട്ടി കൊടുക്കാൻ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. അതിനു മുമ്പേ ഞാൻ പോയിട്ടുണ്ടാവും എന്റെ ഏട്ടൻ പോയടുത്തേക്ക്. എന്ത് വിട്ടിത്തോ നീ പറയുന്നത്? അവനെ പോലെ ഒരുത്തിന് വേണ്ടി കളയാനുള്ളതാണോ നിന്റെ ജീവിതം? അതിനാണോ നിന്നെ പഠിപ്പിച്ച് ഇത്രയാക്കിയത്? ഒരു വഴി നടന്നില്ലെങ്കിൽ നല്ല അന്തസ്സോടെ നിനക്ക് പറയാലോ ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ലെന്ന്. നിന്റെ സമ്മതം ഇല്ലാതെ കല്യാണം നടത്താൻ പറ്റുമോ അവർക്ക്? ഞാനത് ആലോചിച്ചതായിട്ടെത്തി. അമ്മയെ ഓർത്തിട്ട ഞാനത് വേണ്ടെന്ന് വെച്ചത്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ജീവനോടെ ഉണ്ടാവില്ലെന്ന അമ്മ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അമ്മയെ നഷ്ടപ്പെടുത്താൻ വയ്യെടുത്തി. കരയില്ല മോളെ. നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അതിന്റെ ഒന്നും ആവശ്യം പോലും വരില്ല. അതിനു മുൻപ് നടക്കേണ്ടത് നടന്നിരിക്കും. വരനുണ്ടെങ്കിലല്ലേ താലികെട്ട് നടക്കും. വരനില്ലെങ്കിലോ അവനുണ്ടാവില്ല. ഉണ്ടായാലും താലി കെട്ടാൻ അവന് സാധിക്കില്ല. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നടന്നിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കേ.